നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂമാൻ കോളേജിലെ NCC വനിതാ ബാൻഡ് 2025 ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീരസഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂമാഫിയയെ വാഴാൻ വിടില്ലെന്ന മന്ത്രി കെ രാജൻ. നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലെ പട്ടയ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ DC ബുക്സിന്റെ സഹകരണത്തോടെ പുസ്തകമേള ആരംഭിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ സമുചിതമായി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് മടക്കത്താനത്തുള്ള സ്നേഹവീട് സന്ദർശിക്കുകയും കുട്ടികൾ സമാഹരിച്ച തുകയും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ കൈമാറുകയും ചെയ്തു. വാർത്തകൾ വിശദമായി. ന്യൂമാൻ കോളേജിലെ NCC വനിതാ ബാൻഡ് 2025 ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു NCC ബാൻഡ് റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് NCCയുടെ 4 മ്യൂസിക് ബാൻഡുകൾക്കാണ് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ന്യൂമാൻ NCC ബാൻഡ്. 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കൈരളിക്ക് അഭിമാനമായി തൊടുപുഴ ന്യൂമാൻ NCC ബാൻഡ് കേരള NCCയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തു. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു NCC ബാൻഡ് റിപ്പബ്ലിക് ദിനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. റിപ്പബ്ലിക് പരേഡ് സെലക്ഷന് പാലിക്കേണ്ട കർശന മാനദണ്ഡങ്ങളും ദേശീയ തലത്തിലുള്ള ഉന്നതമായ ഗുണനിലവാര പരിശോധനയും വിജയിച്ചാണ് ടീം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഞങ്ങള് പ്രയാസിക്കുന്നത് 2025 ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു കോളേജിന് അവസരം കിട്ടി എന്നുള്ളതാണ്. അത് ന്യൂമാൻ കോളേജിനാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തൊടുപുഴ ന്യൂമാൻ NCC ബാൻഡ് കേരള NCCയുടെ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായമാണ് എഴുതി ചേർത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു NCC ബാൻഡ് റിപ്പബ്ലിക് ദിനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. റിപ്പബ്ലിക് പരേഡ് സെലക്ഷന് പാലിക്കേണ്ട കർശന മാനദണ്ഡങ്ങളും ദേശീയ തലത്തിലുള്ള ഉന്നതമായ ഗുണനിലവാര പരിശോധനയും വിജയിച്ചാണ് ഈ ടീം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ ബിർള ബാലിക വിദ്യാപീഠം സ്കൂളിലെ ചിലാനി ബാൻഡ്, മിസോറാമിൽ നിന്നുള്ള ഗവൺമെന്റ് മീസോ ഹൈസ്കൂൾ ബാൻഡ്, രാജസ്ഥാനിൽ നിന്നുള്ള സിന്ധ്യ പബ്ലിക് സ്കൂൾ ബാൻഡ് എന്നിവയ്ക്കൊപ്പമാണ് ന്യൂമാൻ NCC വനിതാ ബാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2016 ന്യൂമാൻ കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ ബാൻഡിന് ആവശ്യമായ സംഗീത ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മുൻ മേധാവി പ്രൊഫസർ റെജീന ജോസഫാണ്. ഈ വർഷം ആരംഭിച്ചപ്പോൾ NCC കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GVS റെഡ്ഡി, 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം 18 കേരള ബറ്റാലിയന് കീഴിലുള്ള നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി, MA കോളേജ് കോതമംഗലം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കേഡറ്റുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ന്യൂമാൻ NCC വനിതാ ബാൻഡ് വിപുലീകരിച്ചിരുന്നു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, NCC 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ്, കോളേജ് അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, ബർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, ബാൻഡ് സീനിയർ രാധിക MR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കൂടുതൽ ക്ഷീരകർഷകരെ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീരസഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിലെ കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുവാൻ പുതിയ പദ്ധതികൾ രൂപീകരിച്ചതായി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സർക്കാരിന്റെ 4ാം 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീര സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമുക്കറിയാം, ഇന്ന് അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പശുക്കളെ വളർത്തണമെന്ന് നിർബന്ധപൂർവ്വം നമ്മൾ പറയുന്നു.
പാല് കൊണ്ടുവരുന്നത് ആരാണെന്ന് വെച്ചാൽ അവരുടെ പേർക്ക് തന്നെ പാൽ അളക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഇവിടുത്തെ ഒരു കർഷക എന്നെ വിളിച്ചു. പാല് കിലോമീറ്ററുകളോളം നടന്നാണ് സംഘത്തിലെത്തിക്കുന്നത്. സംഘം കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ സംഘത്തിന് പണമില്ലാത്തത് കൊണ്ട് ക്ഷീര കർഷകർ കൊണ്ടുവരുന്ന പാലിൽ നിന്ന് കുറേശ്ശെ പണം മാറ്റി വെച്ച് ഉപയോഗിക്കുന്നു എന്നുള്ള പരാതിയാണ്. അപ്പോൾ ആ പരാതി ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ പരാതി അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി അത് പറയുന്നു. അവർക്ക് മറ്റു മാർഗങ്ങളില്ല, വേറെ ആർക്കും പാല് കൊടുക്കാൻ പറ്റുന്നില്ല. ആ തരത്തിലേക്ക് പോകുന്ന ക്ഷീര കർഷകരും നമ്മുടെ കേരളത്തിലുണ്ട്. അതിന് മാറ്റമുണ്ടാകും. അതിന് മാറ്റമുണ്ടാകാനാണ് കൂടുതൽ നമുക്ക് ഈ പശുക്കളെ കേരളത്തിൽ നമ്മൾ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യത്തിലേക്ക് നാം ഇന്ന് പോകുന്നു. കേരളം ഇന്നെടുത്ത് പരിശോധിച്ചാൽ 95% പശുക്കൾ സങ്കര ഇനം പശുക്കളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് പലപ്പോഴും പുതിയ സർക്കാരിൻ്റെയും പുതിയ കേന്ദ്ര വകുപ്പ് മന്ത്രിയും ഉപമന്ത്രിയും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ശ്രീ ജോർജ് കുര്യൻ നമ്മുടെ ഒരു സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അത് കാണുന്ന മറ്റൊന്നുമല്ല, കേരളത്തിന് കിട്ടുവാനുള്ള പണം അത് പക്ഷിപ്പനിയുടെയും അത് പന്നിപ്പനിയുടെയും കർഷകർക്ക് സമയബന്ധിതമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്ന് നടപ്പിലാക്കുന്നതാണ്. 7 കോടി രൂപയാണ് കേരളത്തിന് ഞങ്ങൾക്ക് ആ മേഖലകളിൽ ഇപ്പോൾ കിട്ടുവാനുള്ളത്. കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ പണവും അത് പന്നി കർഷകരെ പനി ബാധിച്ച പന്നികൾക്കെല്ലാം നമ്മൾ കൊടുത്തു തീർന്നു. അതിനെല്ലാം കൊന്നൊടുക്കി. ഇപ്പം നമ്മൾ കൊല്ലത്തല്ലല്ലോ, നമ്മുടെ ആലപ്പുഴ ജില്ലയിലും കോട്ടയം പത്തനംതിട്ടയുടെ ഒരു ഭാഗത്തുമായിട്ട് 1,90,000 പക്ഷികളെ കൊന്നൊടുക്കി. അതിന് തൊട്ട് മുമ്പ് വരെയുള്ള മുഴുവൻ പണവും ഞങ്ങൾ കൊടുത്തു. കർഷകർക്ക് പുതിയ പശുക്കളെ വാങ്ങാനായി പലിശരഹിത വായ്പകൾ വകുപ്പ് നൽകും. അതിദരിദ്രർക്ക് പശുക്കളെ വാങ്ങാൻ 95% സബ്സിഡിയോടെയുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. പശുക്കളെ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങുന്നതിനായി കിടാരി പാർക്ക് പദ്ധതി തുടരുമെന്നും മന്ത്രി പറഞ്ഞു. പാൽ വലിയ അളവിൽ സംഭരിക്കുന്നതിനായി 130 കോടി രൂപ മുതൽ മുടക്കിൽ മലപ്പുറത്ത് പാൽപ്പൊടി ഫാക്ടറി നിർമ്മിക്കും. രാത്രിയിലും വീട്ടുമുറ്റത്ത് വെറ്റിനറി ഡോക്ടർ, ആംബുലൻസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കാനുള്ള പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നത് വഴി ക്ഷീരസംഘങ്ങളിലെ വൈദ്യുതി ചെലവ് കുറയ്ക്കുക, സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുക എന്നിവയിലൂടെ കർഷകർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പടമുഖം ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് ജോബി വയലിൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, മറ്റ് ജനപ്രതിനിധികൾ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭൂമാഫിയയെ വാഴാൻ വിടില്ലെന്ന മന്ത്രി കെ രാജൻ നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലെ പട്ടയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. പണത്തിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ ഭൂമി കൈയടക്കി വെക്കാമെന്ന തോന്നൽ കേരളത്തിൽ നടക്കില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളിലെ പട്ടയ വിതരണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടെ റവന്യൂ വകുപ്പിന്റെ റെക്കോർഡുകളിൽ ഡിജിറ്റലായ ബാങ്ക് നിങ്ങൾ കാണാതെ കമ്പി കൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കാതെ ഒരു ഡിജിറ്റൽ ബാങ്ക് കേരളത്തിൽ മുഴുവൻ ലാൻഡ് പാർസലുകളുടെയും മുന്നിലുണ്ടാവുക. ഭൂമിക്ക് കണക്ക് പറയാത്തവർക്ക് ഒരു പ്രയാസം ഉണ്ടാകും ഡിജിറ്റൽ റീസർവേ. ചിലർ ചോദിക്കുന്നു, എൻ്റെ ഭൂമിക്ക് എനിക്ക് പട്ടയമില്ല, എൻ്റെ ഭൂമിക്ക് എനിക്ക് പട്ടയമില്ലാതെ ഒരു ഡിജിറ്റൽ റീസർവേ വന്നാൽ എനിക്കെങ്ങനെ പട്ടയം കിട്ടും? ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഭൂമി അളന്നു പോകുമ്പോൾ നിങ്ങൾ അന്യകൈവശപ്പെട്ടയാളാണെങ്കിൽ ആ ഭൂമി സർക്കാരിൻ്റെ പുറമ്പോക്കാണെങ്കിൽ പതിച്ചു തരാൻ വേണ്ടിയാണ് 964 ചട്ടം നിങ്ങളുടെ മുന്നിലുള്ളത്. പക്ഷെ അറിയണ്ടേ, അതിനൊരു കൃത്യമായ കണക്കുണ്ടാകും. യൂണിവേഴ്സിറ്റി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷൻ എന്ന കോഴ്സിൻ്റെ 27 സ്റ്റേഷനുകൾ സ്ഥാപിച്ച് അതിൻ്റെ തരംഗ വഴികളിലൂടെ RTK റോവറുകളും RTS മിഷനുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു ഡിജിറ്റൽ റീസർവേക്ക് കേരളം തുടക്കം കുറിച്ചു. ഭൂമി പെറ്റുപെരുകില്ല, ഭൂമിക്ക് രേഖ വേണം. ഭൂമിയുടെ അതിരും കണക്കും തിട്ടപ്പെടുത്താനാണ് ഡിജിറ്റൽ റീസർവേ നടത്തുന്നത്. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട. പേൾ, റിലീസ്, ഇമാപ്പ് എന്നീ ആപ്പുകൾ ചേർത്ത് എൻ്റെ ഭൂമി എന്ന പേരിൽ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ രൂപീകരിക്കുകയാണ്. ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെ 25 വില്ലേജുകളുടെ ഭൂമി സംബന്ധമായ സമ്പൂർണ്ണ വിവരങ്ങൾ പോർട്ടലിന്റെ ഭാഗമാകും. ഭൂമാഫിയയുടെ ഇടപെടൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. എൻ്റെ ഭൂമി എന്ന പോർട്ടൽ സംവിധാനം സാർവത്രികമാകുന്നതോടെ കേരളം ഇന്ത്യക്ക് മാതൃകയാകുമെന്നും മന്ത്രി പറഞ്ഞു.
ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടികളുണ്ടാവും. കുടിയേറ്റവും കയ്യേറ്റവും ഒരുപോലെ കാണുന്നില്ല സർക്കാർ. എത്ര വലിയവനായാലും നടപടിയുണ്ടാകും. വഴിവിട്ട സഹായം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകും. ഏലമല കാടുകളിലെ ചെറിയ ഭാഗം വനം വകുപ്പിന് അവകാശപ്പെട്ടതാണെങ്കിലും ബാക്കിയുള്ളവയെല്ലാം റവന്യൂ ഭൂമിയാണെന്നാണ് സർക്കാർ നിലപാട്. ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ADM ഷൈജു P ജേക്കബ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിമി ലാലിച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം GG K ഫിലിപ്പ്, മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന അമൂല്യ വസ്തുക്കളുടെ ചരിത്ര പ്രദർശനവുമായി കോതമംഗലം MA കോളേജിലെ ചരിത്ര വിഭാഗം. തൊടുപുഴ ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം നടത്തുന്നത്. നന്നങ്ങാടിയിൽ നിന്ന് ലഭിച്ച നവീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ച കല്ലുളി, പുരാതന ബൈബിൾ, BC 500-ലേതെന്ന് കരുതപ്പെടുന്ന പുരാതന മൺകുടം മുതൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബ്രിട്ടീഷ് ഫാൻ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇക്കൂട്ടത്തിലുണ്ട്. കോതമംഗലം MA കോളേജ് അസോസിയേഷന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കോളേജിലെ ചരിത്ര വിഭാഗം അമൂല്യ വസ്തുക്കളുടെ പ്രദർശനം ഒരുക്കിയത്. നന്നങ്ങാടിയിൽ നിന്ന് ലഭിച്ച BC 500-ലേതെന്ന് കരുതപ്പെടുന്ന പുരാതന മൺകുടം മുതൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബ്രിട്ടീഷ് ഫാൻ വരെ അതിൽ ഉൾപ്പെടും. നവീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ച കല്ലുളി, മുഗൾ രാജഭരണ കാലഘട്ടത്തിൽ കൈകൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം പേപ്പറിൽ പ്രകൃതിദത്ത മഷി ഉപയോഗിച്ച് അറബി, ഉറുദു ഭാഷകളിൽ എഴുതിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കയ്യെഴുത്ത് ഖുറാൻ, താളിയോലയിൽ നാരായം ഉപയോഗിച്ചെഴുതിയ പുരാതന രാമായണം, പ്രകൃതിദത്ത മഷി ഉപയോഗിച്ച് കല്ലിൽ പ്രിന്റ് ചെയ്ത ഇംഗ്ലീഷ്, സുറിയാനി ഭാഷകളിലുള്ള പുരാതന ബൈബിൾ, താളിയോലയിൽ എഴുതിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വട്ടെഴുത്ത്, കോലെഴുത്ത്, ഗ്രന്ഥഭാഷ, മലയാളം, തമിഴ് ഗ്രന്ഥങ്ങൾ, മൃഗത്തോലിൽ എഴുതിയ ബ്രിട്ടീഷ് ഡോക്യുമെന്റ്, പൂഞ്ഞാർ രാജാവിന്റെ വെള്ളിയിൽ നിർമ്മിച്ച പുരാതന രാജദൂത് ബോക്സ്, മുഗൾ രാജാക്കന്മാരുടെ രാജദൂത് ബോക്സുകൾ, പൂഞ്ഞാർ രാജാവിന്റെ എംബോസ് മുദ്ര, തിരുവിതാംകൂർ, കൊച്ചി രാജഭരണ കാലഘട്ടത്തിലെയും ബ്രിട്ടീഷ് രാജഭരണ കാലഘട്ടത്തിലെയും സ്റ്റാമ്പ് പേപ്പറുകളും കരാറുകളും, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പത്രങ്ങൾ, സ്വാതന്ത്ര്യസമര വാർത്തകൾ, രാജഭരണ വാർത്തകൾ, മട്ടാഞ്ചേരിയിലെ ജൂതന്മാരുമായി ബന്ധപ്പെട്ട പുരാതന രേഖകൾ, ചെപ്പേടുകൾ, കൊച്ചി രാജാവിന്റെ കത്ത്, രാജഭരണ കാലഘട്ടത്തിലെ ജന്മിക്കരം നോട്ടീസ്, ശ്രീ ചിത്രത്തിരുനാൾ മഹാരാജാവ് പുറത്തിറക്കിയ രാജകീയ ഗ്രന്ഥങ്ങൾ, ബ്രിട്ടീഷ് സർക്കാരിന്റെ പുരാതന ഔദ്യോഗിക രേഖകൾ, കൊച്ചി ദിവാൻ ഒപ്പിട്ട പുരാതന വസ്തു കൈമാറ്റ എഗ്രിമെന്റുകൾ, ഇന്ത്യ പോർച്ചുഗീസ് സ്റ്റാമ്പ് പേപ്പറും കരാറുകളും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാമിക കയ്യെഴുത്തു ഗ്രന്ഥങ്ങൾ, ശ്രീ ചിത്രത്തിരുനാൾ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഒറിജിനൽ പത്രവാർത്തകൾ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക ടെലിഗ്രാം, ബ്രിട്ടീഷ് മാപ്പുകൾ, തിരുവിതാംകൂർ, കൊച്ചി രാജഭരണ കാലഘട്ടത്തിലെ പണപ്പെട്ടി, ആധാരപ്പെട്ടി, ചെമ്പോല, മാന്ത്രിക ഗ്രന്ഥം, രാജഭരണ കാലഘട്ടത്തിലെ പാഠപുസ്തകങ്ങൾ, ചെമ്പോല ജ്യോതിഷ ഗ്രന്ഥം, ബ്രിട്ടീഷ് രാജമുദ്ര പതിപ്പിച്ച ഫലകം, വെള്ളിയിൽ നിർമ്മിച്ച പുരാതന കുർബാന പാത്രം, ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബ്രിട്ടീഷ് ഫാനുകൾ, 1892-ലെ തയ്യൽ മെഷീനുകൾ, തിരുവിതാംകൂർ നാണയങ്ങളായ 1 കാശ്, 4 കാശ്, 8 കാശ്, വെള്ളിച്ചക്രം, സ്വർണ്ണ നാണയങ്ങൾ, കൊച്ചി നാണയം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അപൂർവങ്ങളായ നാണയങ്ങൾ, ഇന്ത്യയിലെ വിവിധതരം പഴയ കറൻസികൾ, നോട്ടുകൾ, വിദേശ കറൻസികൾ, വത്തിക്കാൻ നാണയങ്ങൾ, സ്പെഷ്യൽ നാണയങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് ചരിത്ര വസ്തുക്കളാണ് MA കോളേജിൽ തൊടുപുഴ ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വിദ്യാനിധി സമ്പാദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കരുമണ്ണൂർ SHO VC വിഷ്ണുകുമാർ നിക്ഷേപ പെട്ടികൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR സോമരാജ് വിദ്യാനിധി പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം സമ്പാദ്യശീലം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്കും സെന്റ് ജോർജ് ഹൈസ്കൂളുമായി ചേർന്ന് വിദ്യാനിധി സമ്പാദ്യ പദ്ധതി എന്ന പേരിൽ ഒരു നിക്ഷേപ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഹെഡ്മാസ്റ്റർ പ്രശാന്ത് P ജെയിംസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരുമണ്ണൂർ SHO VC വിഷ്ണുകുമാർ നിക്ഷേപ പെട്ടികൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നാമത് ജോലി എന്ന് വെച്ചാൽ റോഡ് പണിയായിരുന്നു. റോഡിൻ്റെ ടാറിംഗ് പണിക്ക് പോയിട്ടുള്ളവരാണ്. രണ്ടാമത് ഞാൻ നല്ലൊരു മേസ്തിരിയാണ്. ഈ 2 പണിക്കും ഞാൻ PG വരെ കഴിഞ്ഞിട്ടുണ്ട്. ഈ PG പഠിക്കുന്ന സമയത്ത് വരെ ഞാൻ ഈ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ് തൊട്ട് ഒരു പൈസ എൻ്റെ ട്യൂഷൻ ഫീസിനോ അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളിലോ ഒരു പൈസ പോലും ഞാൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം അവരുടെ കഷ്ടപ്പാടുകൾ അറിയാം. അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ, ഒരു മക്കളെ വളർത്തുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടുകളുണ്ട്. അതിലേക്ക് മാത്രമാണ് എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ
ആൾക്കാർ, ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു മാത്രമല്ല, ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളും അതിനകത്തുള്ള ഒരാളാവണം, അങ്ങനെ ആയിത്തീരും. അപ്പം അതിന് ആദ്യം തന്നെ ഇവർക്ക് നന്ദി പറയുകയാണ്, ഈ സ്കൂളിന് നന്ദി പറയുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷന് വേണ്ടി നന്ദി അറിയിച്ചു. ഇത് നമുക്ക് നല്ല ശീലമാണ്, നല്ല ശീലം. ഇതിൻ്റെ കൂടെ ഒരു സമ്പാദ്യ പദ്ധതികളുണ്ട് കേട്ടോ, ഒരു സമ്പാദ്യ പദ്ധതി. ഇത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ളതാണ്. രണ്ടാമത്തത് ഏറ്റവും വലിയ സമ്പാദ്യമുള്ളത് ഒന്നുമില്ല, പഠനമാണ് കേട്ടോ. പഠിക്കുക. അതും നിങ്ങൾ ശേഖരിച്ച് വെക്കുവാണ്. പഠിക്കുക എന്ന് വെച്ചാൽ അതും ശേഖരിച്ച്, അത് ഇഷ്ടമല്ല, അത് പറയുന്നത് കേൾക്കുന്നതിന് ഇഷ്ടമല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ പറയും പഠിയടാ, സ്കൂളിൽ വരുമ്പോൾ പറയും പഠിയടാ. ബന്ധുക്കളുടെ അടുത്ത് വന്നാൽ പറയും പഠിക്കും, പഠിയടാ. ഇത് മാത്രമേ നമ്മൾ കേൾക്കൂ. പക്ഷെ എപ്പോഴാണ് ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് കിട്ടിയ ജോലി സബ് ഇൻസ്പെക്ടർ ജോലിയാണ്. ഈ ജോലിക്ക് വേണ്ടി ഞാൻ പഠിച്ച സമയത്ത്, അതായത് എൻ്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് പബ്ലിക് സർവീസ് കമ്മീഷനിൽ തയ്യാറെടുത്തപ്പോൾ, ഞാൻ പഠിച്ചപ്പോൾ ആ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഞാൻ പണ്ട് 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 +2 ഒക്കെ പഠിച്ച കാര്യങ്ങളേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷെ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലായിരുന്നു, മണ്ടനായിരുന്നു. 4ൽ പഠിച്ചിട്ടില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. 5ൽ പഠിച്ചിട്ടില്ലായിരുന്നു, പഠിച്ചിട്ടുണ്ട്. വന്നത് പോകും. കഞ്ഞി കിട്ടുമായിരുന്നു, നല്ല സൂപ്പർ കഞ്ഞിയായിരുന്നു ആ സ്കൂളിൽ കിട്ടുന്നത്. നന്നായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചാൽ പോകുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, കഞ്ഞി കുടിക്കുമായിരുന്നു, അങ്ങനെ പോകും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് ഒരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ. കേട്ടിട്ടില്ലേ? സമ്പത്ത്, അത് നിങ്ങളുടെ സമ്പത്ത് കാലമായിരുന്നു. ഈ സമയത്ത് തൈ 10 വെച്ചാൽ, ഉള്ളത് പഠിച്ചാൽ ആപത്ത് കാലത്ത് വെച്ചാൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം ചിലപ്പോൾ IPS ഓഫീസർ ആവണമെന്നായിരുന്നു. മനസ്സിലായി? അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച ചോദ്യം, നിങ്ങൾ സ്കൂളിൽ പഠിച്ച അതേ ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്നത്. അല്ലാതെ വലുതായിട്ടൊന്നും ഭയങ്കര പാടുള്ള പ്രശ്നം ചോദിക്കില്ല. അന്നും ചോദിക്കുന്നത് നിങ്ങളെ സ്കൂളിൽ പഠിച്ച ചോദ്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് 10 തിന്നാം. അന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങളുടെ മെമ്മറി ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതാണ് രണ്ടാമത്തെ സമ്പാദ്യശീലം. ആദ്യത്തത് നമ്മളുടെ ഈ എൻ്റെ നിക്ഷേപം, എൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് സമ്പാദ്യശീലവും, അത് വേണം, അതിനൊരു അടിത്തറ ഉണ്ടാവണം. രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിനൊരു അടിസ്ഥാനം ഉണ്ടാകണം. ഉടുമ്പന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KR സോമരാജ് വിദ്യാനിധി പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. ബോർഡ് അംഗങ്ങളായ MJ മാമച്ചൻ, TK നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് പ്രതിനിധി സോണൽ ചാക്കോ സ്വാഗതവും അധ്യാപക പ്രതിനിധി ബിസ്മി സജി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ DC ബുക്സിന്റെ സഹകരണത്തോടെ പുസ്തകമേള ആരംഭിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ DC ബുക്സിന്റെ സഹകരണത്തോടെ നടക്കുന്ന പുസ്തകമേള ആരംഭിച്ചു. വിവിധ ഭാഷകളിലുള്ള 5000-ലധികം പുസ്തകങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജർ റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേളയിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനും വാങ്ങുന്നതിനുമുള്ള അവസരം ക്രമീകരിച്ചിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യു, സീനിയർ അസിസ്റ്റന്റ് സിസ്റ്റർ ആൻസ് മരിയ, സ്റ്റാഫ് സെക്രട്ടറി ജിബിൻ മാത്യു, അധ്യാപകരായ സിസ്റ്റർ കൊച്ചുറാണി, ടിഷ ജോസ് എന്നിവർ നേതൃത്വം നൽകി. മാറുന്ന തലമുറയ്ക്ക് ഒരു നല്ല ദിശാബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ തൊടുപുഴയും DC ബുക്സ് തൊടുപുഴയും സംയുക്തമായിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുസ്തക പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചിരിക്കുകയാണ്.
ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്വഭാവ വൈകല്യം എന്ന് പറയുന്നത് ഫോണിനോടുള്ള അമിതമായ ഭ്രമം ആണ് എന്ന് വിലയിരുത്തിയതുകൊണ്ട് കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്യമം നമ്മൾ ഇവിടെ ആരംഭിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, ഇതിൽ ഒത്തിരിയേറെ നല്ല ഒരു റിയാക്ഷനാണ് കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പുതിയ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാനും വായിക്കാനും അതിൻ്റെ അപ്രീസിയേഷൻ തയ്യാറാക്കാനും എല്ലാം കാണിക്കുന്ന ഈ ഒരു താല്പര്യം ഒത്തിരിയേറെ സന്തോഷം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പകർന്നു നൽകുന്നതാണ്. സാറേ ഇങ്ങോട്ടൊന്ന് ചെയ്യോ? പുസ്തകം ടേബിളെ എടി കൂടി നിൽക്കല്ലേ നീ ഫസ്റ്റ് ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ വിശുദ്ധ വിൻസെന്റ് ഡീപോളിന്റെ തിരുനാൾ സമുചിതമായി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് മടക്കത്താനത്തുള്ള സ്നേഹവീട് സന്ദർശിക്കുകയും കുട്ടികൾ സമാഹരിച്ച തുകയും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ കൈമാറുകയും ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമോൻ കൈപ്പടക്കുന്നേൽ, പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിബി ജോൺ കരിയിലാമറ്റത്തിൽ, ബർസ റവറൻ ഫാദർ ഡിനോ വാഴച്ചാലിൽ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ വിശുദ്ധ വിൻസെന്റ് ഡീപോളിന്റെ തിരുനാൾ ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂളിൽ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ വിശുദ്ധ വിൻസെന്റ് ഡീപോളിനെ കുറിച്ച് പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സമ്മേളനത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്കായി പ്രത്യേക ദിവ്യബലി അർപ്പണവും നടത്തി. സ്കൂളിലെ ആഘോഷ പരിപാടികൾക്ക് ശേഷം കുട്ടികളും അധ്യാപകരും ചേർന്ന് മടക്കത്താനത്തുള്ള സ്നേഹവീട് സന്ദർശിച്ചു. കുട്ടികൾ സമാഹരിച്ച 1 ലക്ഷം രൂപയും ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളും സ്നേഹവീടിന് കൈമാറി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമോൻ കൈപ്പടക്കുന്നേൽ, പ്രിൻസിപ്പൽ റവറൻ ഫാദർ സിബി ജോൺ കരിയിലാമറ്റത്തിൽ, ബർസാർ റവറൻ ഫാദർ ഡിനോ വാഴച്ചാലിൽ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാന്തല്ലൂർ മേഖലയിൽ തുടരുന്ന കാട്ടാന ശല്യം പരിഹരിക്കാൻ നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തി. കാന്തല്ലൂരിൽ കാട്ടാനകളെ തുരത്താനുള്ള വനംവകുപ്പിന്റെ ദൗത്യം തുടങ്ങി. 3 ടീമുകളായി 73 പേരാണ് സംഘത്തിലുള്ളത്. നിലവിൽ ജനവാസ മേഖലയും കൃഷിസ്ഥലവുമുള്ള ഭാഗത്ത് കാട്ടാന ആക്രമണം രൂക്ഷമായതോടെ ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് പരിഹാര നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയത്. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കാട്ടാനശല്യം വർദ്ധിച്ചതോടെ വലിയ പ്രതിഷേധത്തിനാണ് കാന്തല്ലൂർ സാക്ഷ്യം വഹിച്ചത്. തുടർന്നാണ് വനംവകുപ്പിന്റെ അടിയന്തര നടപടി സ്വീകരിച്ചത്. വനാതിർത്തികളിൽ സംരക്ഷണ വേലി ഉടനടി സ്ഥാപിക്കും. വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് തീറ്റയും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും. വനാതിർത്തികൾ വെച്ച് തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ വാച്ചർമാരെ നിയമിക്കും. സൗരോർജ്ജ വേലികൾക്ക് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തും തുടങ്ങിയവയാണ് വനംവകുപ്പിന്റെ ഉറപ്പ്.
73ഓളം പേരാണ്. അതിപ്പോൾ എല്ലാവരും തന്നെ ഫീൽഡ് അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാന്തല്ലൂർ റേഞ്ചിലെ സ്റ്റേഷനിലെ സ്റ്റാഫുകളായിരിക്കും ഇതിൻ്റെ ടീം ലീഡേഴ്സ്. വെച്ചാൽ ടെറൈൻ അറിയാവുന്നവർക്കാണ്. ഇപ്പോൾ മറയൂർ വന്ന ടീമുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാകും. പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പ്ലാൻ അനുസരിച്ചിട്ട് 2 ടീമാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 ടീമുകളിൽ, അതായത് ഇപ്പോൾ വിജയ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലൊരു പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തോടെ ജനകീയ സമിതി രൂപവൽക്കരിച്ച തിങ്കളാഴ്ച മുതൽ പയസ് നഗർ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലും കാന്തല്ലൂർ മറയൂർ റോഡും ഉപരോധിച്ചാണ് രാപ്പകൽ സമരം ആരംഭിച്ചത്. വിവിധ ഊരുകൂട്ടങ്ങളും സമരത്തോട് സഹകരിച്ചു. കഴിഞ്ഞ DFO ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആളുകൾ ഓടിച്ച് പരാജയപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം വന്നിരുന്ന DFOയ്ക്ക് ഇതിന് മുൻ പരിചയങ്ങളുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ആന ഓടിക്കുന്ന ദൗത്യത്തിലേക്ക് ഞങ്ങൾ കൂടുതൽ സംയുക്തമായിട്ട് ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിനെ ചിന്നാർ ഉൾവനങ്ങളിൽ എത്തിച്ച് അവിടെ സംരക്ഷിച്ച് മാറ്റുന്നത് വരയ്ക്കും ഞങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ അവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വേട്ടക്കാരൻകോവിൽ, കുളച്ചിവയൽ, കാരയൂർ, നാത്തപ്പാറ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ദൗത്യസംഘം നടപടി ആരംഭിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ആനകളെ നിരീക്ഷിച്ച് കാട്ടിലേക്ക് തുരത്തുവാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. മറയൂർ ഡിവിഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, RRT ടീം, പഞ്ചായത്ത്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൗത്യം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മറയൂർ. വീട്ടുവളപ്പിൽ ഔഷധ ഗുണമുള്ള തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാകച്ചുവട് സ്വദേശി ജോസഫ് കണ്ണംപ്ലാക്കിലാണ് ഏറെ ഔഷധ ഗുണമുള്ള ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചത്. ഔഷധ ഗുണമുള്ള ഇനമായ ഗ്രീൻ ടീ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ കഞ്ഞിക്കുഴി കണ്ണംപ്ലാക്കൽ ജോസഫ് എന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ദീർഘനാളത്തെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിച്ചു. മലയണ്ണാമല ഗ്രീൻ ടീ എന്ന പേരിൽ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വീടിനു ചുറ്റും വളരെ കുറച്ച് ചെടികൾ നട്ടുവളർത്തിയാണ് ജോസഫിന്റെ ആദ്യ പരീക്ഷണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എസ്റ്റേറ്റ് മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ തോട്ടങ്ങളിലെ കീടനാശിനി പ്രയോഗവും രാസവളത്തിന്റെ ഉപയോഗവും നേരിട്ട് കാണുവാൻ ഇടയാക്കിയതാണ് ജോസഫിന്റെ ചിന്ത ഇത്തരത്തിലേക്ക് മാറ്റിയത്. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഹോർമോണ്, രാസവളം, കീടനാശിനി എല്ലാം ഇങ്ങനെ അമിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു ചിന്തയുണ്ടായി. ഇതൊരു ജനങ്ങളോട് ചെയ്യുന്നൊരു ചതിയാണല്ലോ. കാരണം ഇത്രമാത്രം കീടനാശിനികളെല്ലാം ഇങ്ങനെ അടിച്ച് ഉപയോഗിച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്ത് തേയിലയാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ജനങ്ങളെ ഒരു നല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊന്നും മേടിച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ടൊരു തേയില, ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്ന സംഭവം, അതായത് ഇന്ന് വേൾഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്ക്സാണ് ഗ്രീൻ ടീ ഉപയോഗം. ആരോഗ്യത്തിന് മെഡിക്കൽ പരമായിട്ടുള്ള കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് കണ്ടൻസുകളുണ്ട് മെഡിക്കൽ ഇതായിട്ട്, ശരീരത്തിന് ഗുണകരമായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറലായിട്ടുള്ള സാധനം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഒരു 3 വർഷത്തെ അധ്വാനമാണ്. ഇതൊരു ശരിയൊരു ഗവേഷണം പോലെയാണ് ഇതിനകത്ത്. നല്ലൊരു കർഷകൻ കൂടിയായ ജോസഫ് ആദ്യം വീട്ടുവളപ്പിൽ കുറച്ച് തൈകൾ നട്ടു വളർത്തി. ഇവയിൽ നിന്നാണ് പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് സ്വന്തമായുള്ള 2 ഏക്കർ സ്ഥലത്തും തേയിലച്ചെടികൾ വച്ചു പിടിപ്പിച്ചു. വീടിനോട് ചേർന്ന് തന്നെ കൊളുന്ത് സംസ്കരിക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കി. കാര്യമായ യന്ത്ര സാമഗ്രികൾ ഇല്ലാതെ ജോസഫ് തന്നെയാണ് നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നിർവഹിക്കുന്നത്. ഇപ്പോൾ നട്ടുവളർത്തിയിട്ടുള്ള തേയിലച്ചെടികൾ പാകമാകുന്നതോടെ കൂടുതൽ ഉൽപ്പന്നം പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ഈ കർഷകന്റെ പ്രതീക്ഷ. വലിയ തോട്ടങ്ങളിൽ മാത്രം കണ്ടിരുന്ന തേയിലപ്പൊടിയുടെ നിർമ്മാണമാണ് കർഷകനായ കഞ്ഞിക്കുഴി കണ്ണംപ്ലാക്കൽ ജോസഫ് വീട്ടുമുറ്റത്ത് യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാന്താരിമുളകിന്റെ എരിവ് പോലെ തന്നെ അതിന്റെ വിലയും. കാന്താരിമുളകിന്റെ ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോയ്ക്ക് 600 രൂപ കടന്നു. മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും വിപണിയിലേക്ക് വിരളമായി മാത്രമേ കാന്താരിമുളക് എത്തുന്നുള്ളൂവെന്ന് വ്യാപാരികൾ പറയുന്നു. കാന്താരിമുളകിന്റെ എരിവ് പോലെ തന്നെയാണ് ഇപ്പോൾ അതിന്റെ വിലയും. ഉപയോഗം വർദ്ധിക്കുകയും ലഭ്യത കുറയുകയും ചെയ്തതോടെ കാന്താരിയുടെ വില കിലോഗ്രാമിന് 600 രൂപ കടന്നു. ഉണങ്ങിയ കാന്താരിമുളകിന് വില ഇനിയും ഉയരും. മുൻപ് പച്ചക്കാന്താരിക്ക് 1000-ന് മുകളിൽ വില ഉയർന്നിരുന്നു. കാന്താരിമുളക് ഉപ്പിട്ട് വഴറ്റി ഉണക്കി വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതോടെയാണ് ഡിമാൻഡ് കൂടിയതെന്ന് പറയപ്പെടുന്നു. വിദേശ മലയാളികളാണ് അവധിക്ക് വന്നു പോകുമ്പോൾ സ്വന്തം ആവശ്യത്തിനും സുഹൃത്തുക്കൾക്കും നൽകാൻ വലിയ അളവിൽ ഉണക്കി കൊണ്ടുപോകുന്നത്. ഉണങ്ങിയ കാന്താരിമുളക് പാക്കറ്റിലും ലഭ്യമാണ്. ഇപ്പോൾ രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ല എന്നതും ഉണക്കി വച്ചാൽ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുമെന്നതിനാലും കാന്താരിക്ക് പ്രിയം കൂടി. മുളക് അച്ചാറിനും ആവശ്യക്കാരേറെ. പച്ചനിറമുള്ള കാന്താരിക്കാണ് വെള്ളക്കാന്താരിയേക്കാൾ വില കൂടുതൽ. വെള്ളക്കാന്താരിക്ക് വലുപ്പം പോലെ തന്നെ തൂക്കക്കൂടുതലുമുണ്ട്.
മഴക്കാലത്ത് ഉൽപ്പാദനം തീരെ കുറവായതിനാൽ വിലയും കുതിച്ചുയരും. ആവശ്യമുയർന്നപ്പോൾ വില കൂടി വരുന്നതിനാൽ വരുമാന മാർഗമെന്ന നിലയിൽ പ്രത്യേകിച്ച് വീട്ടമ്മമാർ കൂടുതലായി കാന്താരി കൃഷിയിലേക്ക് തിരിയുന്നുണ്ട്. കാന്താരി മുളകിന് കാര്യമായ കീടബാധയില്ല, പ്രത്യേക പരിചരണവും വേണ്ട. ഇതെല്ലാം കാന്താരി കൃഷിക്ക് അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുവെങ്കിലും വിപണിയിലേക്ക് വിരളമായി മാത്രമേ കാന്താരി മുളക് എത്തുന്നുള്ളൂ എന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഭ്രമരം മലയാള സിനിമാ ആസ്വാദകരുടെ മനസ്സിൽ കീഴടക്കിയ സിനിമയാണ്. ഭ്രമരമിറങ്ങി വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഇപ്പോഴും താരമായി തുടരുന്ന ഒരു സ്ഥലമുണ്ട് ഇടുക്കിയിൽ. കാന്തല്ലൂരിലെ ഭ്രമരം പോയിന്റ്. ആ കാഴ്ചകളിലേക്ക്. മലയാള സിനിമാ ലോകത്തിന്റെ അഭിമാനമായ മോഹൻലാൽ അനശ്വരമാക്കിയ കഥാപാത്രം ഭ്രമരത്തിലെ ശിവൻകുട്ടി. ശിവൻകുട്ടിയെപ്പോലെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചതാണ് സിനിമയിലെ ലൊക്കേഷനും കാന്തല്ലൂരിലെ മൊട്ടക്കുന്നുകൾ. ഓഫ് റോഡ് ജീപ്പ് സഫാരിക്ക് ഏറ്റവും അനുയോജ്യമാണ് ഭ്രമരം പോയിന്റിലേക്കുള്ള പാത. വിശാലമായ കുന്നിൻ മുകളിലെ ട്രീ ഹൗസും കാർഷിക കാഴ്ചകളുമെല്ലാം സഞ്ചാരികളെ എവിടേക്ക് ആകർഷിക്കുന്നു. ஸோ இந்த இடம் வந்து ஃபுல்லாக அனிமல்ஸ் வர இடமா இருக்குன்னு சொன்னாங்க. நாங்கள் இன்னும் அனிமல்ஸ் எதுவும் பார்க்கல. பட் ஆனால் இங்கே இருக்க மக்கள் அனிமல்ஸோட தான் வாழ்ந்துட்டுருக்காங்க. ஸோ இடம் ரொம்ப நல்லா இருக்குது. நாங்கள் இப்போ தான் ஒன்று எக்ஸ்ப்ளோர் பண்ணிகிட்ருக்கோம். ஃபால்ஸுக்கு போனோம், ஃபால்ஸ் பார்த்தோம், குளித்தோம். ஸோ அடுத்து இங்கே எக்ஸ்ப்ளோர் பண்ண வந்திருக்கிறோம். எங்களை ஃபுல்லாமே ட்ரெக்கிங் ஜீப்பில் தான் கொண்டு வராங்க. நம்ம கார் எதுவுமே அலோவ் பண்ணுறது இல்லைங்க. ஸோ நாங்கள் ஃப்ரெண்ட்ஸோடு வந்திருக்கோம். நீங்கள் ஃபேமிலியோடு வரலாம், இங்கே பார்க்கலாம், என்ஜாய் பண்ணலாம். சேஃபாக கொண்டு வந்து விடுறாங்க, சேஃபாக கூப்பிட்டு போகிறாங்க. കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിക്കുവാൻ എത്തുന്നവർ ഭ്രമരം പോയിന്റ് കാണാതെ മടങ്ങാറില്ല. മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നായ ഭ്രമരത്തിന്റെ ലൊക്കേഷൻ ഇപ്പോൾ മറ്റ് നാട്ടുകാർക്കും പ്രിയങ്കരമാണ്. മറയൂർ ബ്യൂറോയുടെ സഹായത്തോടെ ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരളത്തിലെ ശബ്ദകലാകാരന്മാരുടെ ഏകീകൃത രജിസ്ട്രേഡ് സംഘടനയായ നാച്ചുറൽ ആർട്ടിസ്റ്റ് ഓഫ് വോയിസിന്റെ 6ാമത് സംഗമവും കുടുംബമേളയും 2-ന് ഞായറാഴ്ച രാവിലെ 10 മുതൽ കോതമംഗലം തങ്കളം വിവേകാനന്ദ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഴിക്കത്തോട് ജയകുമാർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രസിഡന്റ് UN ചന്ദ്രനെ സമ്മേളനത്തിൽ ആദരിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KS വാവ, ട്രഷറർ അശ്വതി മധു, രക്ഷാധികാരി KK വിശ്വംഭരൻ, സബാദ് മാടവന, പ്രണവം മധു, ആർട്ടിസ്റ്റ് മോഹനൻ, ഉണ്ണി മൂവാറ്റുപുഴ, ഷറഫുദ്ദീൻ കോതമംഗലം തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂമാൻ കോളേജിലെ NCC വനിതാ ബാൻഡ് 2025 ഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ കർഷകരെ ക്ഷീരമേഖലയിലേക്ക് ആകർഷിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. വാത്തിക്കുടി ബ്ലോക്കിലെ പടമുഖം ക്ഷീര സഹകരണ സംഘത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂമാഫിയയെ വാഴാൻ വിടില്ലെന്ന മന്ത്രി K. രാജൻ. നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല, പീരിമേട് താലൂക്കുകളിലെ പട്ടയ വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ DC ബുക്സിന്റെ സഹകരണത്തോടെ പുസ്തകമേള ആരംഭിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ വിശുദ്ധ വിൻസെന്റ് ഡീപോളിന്റെ തിരുനാൾ സമുചിതമായി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് മടക്കത്താനത്തുള്ള സ്നേഹവീട് സന്ദർശിക്കുകയും കുട്ടികൾ സമാഹരിച്ച തുകയും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ കൈമാറുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.